UGC നെറ്റിൻ്റെ പേപ്പർ 1 PVQ സെഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇൻ പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ്, ഇൻഫോർമേഷൻ ഈസ് ഹൈലി ഹോമോജീനിയസ് ഉണ്ട്, കമ്മ്യൂണിറ്റേറിയൻ ഉണ്ട്, പേഴ്സണലൈസ്ഡ് ഉണ്ട്, ഇംപേഴ്സണൽ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോവാം. 3 ഏജുകളാണ്, 3 ഇൻഫോർമേഷൻ ഏജുകളാണ് ഉള്ളത് അല്ലേ? മുമ്പ് പഠിച്ചതാണ്. ഒന്നാണ് പ്രീ ഇൻഫോർമേഷൻ ഏജ്, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ ഏജ്, പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ്. അങ്ങനെ 3 ഏജുകളായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ്റെ കാലഘട്ടത്തെ വേർതിരിക്കാൻ പറ്റും. അപ്പോൾ ഓരോ കാലഘട്ടത്തെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം, എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജിനെ കുറിച്ചാണല്ലോ. അപ്പോൾ നമുക്ക് പ്രീ ഇൻഫോർമേഷൻ ഏജ്, ഇൻഫോർമേഷൻ ഏജ്, പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ് ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം നമുക്ക് പ്രീ ഇൻഫോർമേഷൻ ഏജ് എന്താണെന്ന് നോക്കാം. പ്രീ ഇൻഫോർമേഷൻ ഏജ് പ്രീ ഇൻഫോർമേഷൻ ഏജ് നമുക്ക് പഴയ കാലഘട്ടം, അതായത് കമ്പ്യൂട്ടറുകളില്ലാത്ത, ഇൻ്റർനെറ്റ് ഇല്ലാത്ത, ലൈബ്രറിയിൽ നിന്നും പത്രങ്ങളിൽ നിന്നും മാത്രം ഇൻഫോർമേഷൻസ് ശേഖരിക്കപ്പെട്ടിരുന്ന അതിനു മുമ്പുള്ള കാലഘട്ടം. അതായത് പ്രീ ഇൻഫോർമേഷൻ ഏജ് മനുഷ്യനുണ്ടായത് അന്ന് മുതൽ കമ്പ്യൂട്ടറിൻ്റെ, ഇൻ്റർനെറ്റിൻ്റെ ഉത്ഭവം വരെ ഉള്ള കാലഘട്ടമൊക്കെ എന്താണ്? പ്രീ ഇൻഫോർമേഷൻ ഏജ് ആണ്. ആളുകൾക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അവർക്ക് ലൈബ്രറിയിലേക്ക് പോകണമായിരുന്നു, പത്രം വായിക്കണമായിരുന്നു, പുസ്തകങ്ങൾ വായിക്കണമായിരുന്നു, അല്ലെങ്കിൽ ആളുകളോട് ചോദിക്കണമായിരുന്നു. അങ്ങനെ ഇൻഫോർമേഷന് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യണമായിരുന്നു. അതാണ് പ്രീ ഇൻഫോർമേഷൻ്റെ ഏജിൻ്റെ ഒരു പ്രത്യേകത. അന്ന് മനുഷ്യൻ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻഫോർമേഷൻ വളരെ സ്കേഴ്സാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇൻഫോർമേഷൻ ഇന്ന് കാണുന്ന പോലെ വിവരങ്ങൾ ഈസി ആയിട്ട് ലഭ്യമല്ല. ഇന്ന് നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. അതിന് സ്പെസിഫൈഡ് ആയ ആളെടുത്ത് പോകേണ്ടി വരും. ഏത് വിഷയമാണെങ്കിലും അവരുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും, പത്രങ്ങൾ വായിക്കേണ്ടി വരും, പുസ്തകങ്ങൾ വായിക്കേണ്ടി വരും. ഒരുപാട് സമയം അതിനു വേണ്ടി മാറ്റി വെക്കണമായിരുന്നു, ഒരു ചെറിയ വിവരമെങ്കിലും ശേഖരിക്കണമെങ്കിൽ. മാത്രമല്ല ഇൻഫോർമേഷൻ ലോക്കലായിരിക്കും. ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ എപ്പോഴും ഒരു സ്പെസിഫിക് ഏരിയയിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് പ്രീ ഇൻഫോർമേഷൻ ഏജിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ, ദ പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ്, ഇൻഫോർമേഷൻ ഈസ് ഹൈലി, അതാണ് ക്വസ്റ്റ്യൻ. പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജിൽ ഇൻഫോർമേഷൻ്റെ അവസ്ഥ എന്താണ് എന്നാണ് ചോദ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഏജുകൾ ഡിസ്കസ് ചെയ്യുകയാണ്. പ്രീ ഇൻഫോർമേഷൻ ഏജ് മനുഷ്യനുണ്ടായത് മുതൽ ഇൻ്റർനെറ്റ് അതുപോലെ കമ്പ്യൂട്ടറുള്ള കാലഘട്ടം വരെ ഉള്ള കാലഘട്ടമാണിത് പ്രീ ഇൻഫോർമേഷൻ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കിങ്ങനെ പറയാം, ബിഫോർ ദ ഇൻ്റർനെറ്റ് and computer come. ഇൻഫോർമേഷനും ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറും ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് നമുക്ക് പ്രീ ഇൻഫോർമേഷൻ ഏജ് എന്ന് പറയാം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇൻഫോർമേഷനെ കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇൻഫോർമേഷൻ സ്കേഴ്സ് ആണ്, അതുപോലെ ലോക്കലാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇൻഫോർമേഷൻ ഈസ് അല്ലെങ്കിൽ വാസ്, ആ കാലം മുമ്പുള്ള അല്ലെ, വാസ് സ്കേഴ്സ് ആൻഡ്
ലോക്കൽ സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും ലഭ്യമായിരുന്നില്ല. ലോക്കൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ടായിരിക്കും. ഏത് ഇൻഫോർമേഷനും ഒരു നിശ്ചിത പ്രദേശത്ത് മാത്രം ഒതുങ്ങി കൂടിയിട്ടുണ്ടാവും. അത് ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, എല്ലായിടത്തും പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഇൻഫോർമേഷൻസ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓരോ പ്രാദേശികമായിട്ട് ഓരോ ഇൻഫോർമേഷൻ ആയിരിക്കും. സാധാരണ ഒരാൾക്ക് പുതിയൊരു കാര്യം അറിയണമെങ്കിൽ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു പുസ്തകം വായിക്കണം, ലൈബ്രറിയിലേക്ക് പോകണം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോട് സംസാരിക്കണം, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കണം. ഇതാണ് ഇതിൻ്റെ ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത. ഇഫ് യു വാണ്ട് ടു നോ സംതിങ്, know something, we need to read a physical book. അല്ലെങ്കിൽ ടോക്ക് ടു നെയ്ബർ. അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ. അതായത് നമുക്ക് എന്തെങ്കിലും പുതിയ കാര്യം അറിയണമെങ്കിൽ നമുക്ക് പുസ്തകങ്ങൾ വായിക്കണമായിരുന്നു, പത്രം വായിക്കണമായിരുന്നു, അല്ലെങ്കിൽ നെയ്ബേഴ്സിനോട് സംസാരിക്കണമായിരുന്നു. മറ്റൊരു പ്രത്യേകത, ഇൻഫോർമേഷൻ വളരെ സ്ലോ ആയിട്ടാണ് സഞ്ചരിച്ചിരുന്നത്. ഇൻഫോ ഈസ് ട്രാവൽഡ് വെരി സ്ലോ. ഇൻഫോർമേഷൻ ഒരാളിൽ നിന്ന് വേറെ ആളിലേക്കോ ഒരു പ്രദേശത്ത് നിന്ന് വേറെ പ്രദേശത്തേക്കോ സഞ്ചരിച്ചിരുന്നത് വളരെ സ്ലോ ആയിട്ടായിരുന്നു. അതാണ് പ്രീ ഇൻഫോർമേഷൻ ഏജിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് എന്താണ് ഇൻഫോർമേഷൻ ഏജ്, രണ്ടാമത്തെ സ്റ്റേജ് ഇൻഫോർമേഷൻ ഏജിനെ കുറിച്ച് നോക്കാം. ഇൻഫോർമേഷൻ സ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന രീതിയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ സുലഭമായിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടൂല. ഇപ്പം എന്ത് ഇൻഫോർമേഷൻ വേണമെങ്കിലും ഇന്ന് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. പുസ്തകങ്ങളിലൂടെ മാത്രമായിരുന്നു നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയിരുന്നത്. ഈ പുസ്തകങ്ങൾ ലൈബ്രറികളിലായിരുന്നു ഉണ്ടായിരുന്നത്. ലൈബ്രറികൾ എല്ലാ പ്രദേശങ്ങളിലും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ഒരു വിഷയം അറിയണമെങ്കിൽ പണം കൊടുത്ത് പുസ്തകം വാങ്ങണമായിരുന്നു, അല്ലെങ്കിൽ എക്സ്പേർട്ടായ ആളുകളോട് സംസാരിക്കണമായിരുന്നു. ഇത്തരം എക്സ്പേർട്ടായ ആളുകൾ വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങൾ കുറവായിരുന്നു. നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇൻഫോർമേഷനൊക്കെ ലോക്കലായിരുന്നു. ലോക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാം പ്രാദേശികമായിരുന്നു കൊണ്ട് ഉദ്ദേശിച്ച ഗ്ലോബൽ എല്ലാ പ്രദേശങ്ങളിലും ഒരുപോലെ യൂസ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് വളരെ കുറവായിരുന്നു. എല്ലാം പ്രാദേശികമായിട്ട് ഒരു പ്രത്യേക പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതായിരുന്നു. ഒരു പുതിയ കണ്ടുപിടുത്തം ഒരു പ്രദേശത്തുണ്ടായി കഴിഞ്ഞാൽ അവിടെ മാത്രമായിരുന്നു ആദ്യം അത് പ്രചരിച്ചിരുന്നത്. പിന്നീട് വളരെ സ്ലോ ആയിട്ടാണ് മറ്റു പ്രദേശങ്ങളിലേക്ക് ഇത് എന്ത് ചെയ്യുന്നത്, സഞ്ചരിച്ചിരുന്നത്. ഓരോ മേഖലയിലും എക്സ്പേർട്ടായ വ്യക്തികൾ ഓരോ സ്പെസിഫിക് ഏരിയയിൽ താമസിച്ചിരുന്നു. ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്ക്, അവർക്ക് ശിഷ്യന്മാർക്ക്, അവർക്കിടയിൽ മാത്രമേ ആ വ്യക്തിയിൽ നിന്നുള്ള ഇൻഫോർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പാസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഇന്ന് ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം, ഇൻ്റർനെറ്റ് വന്നതിന് ശേഷം ഒരു ഇൻഫോർമേഷൻ, കേരളത്തിലുള്ള ഇൻഫോർമേഷൻ നമുക്ക് അമേരിക്കയിലേക്ക് എത്താൻ പറ്റും, അമേരിക്കയിലെ ഇൻഫോർമേഷൻ കേരളത്തിലേക്ക് എത്താൻ പറ്റും. ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടു, അറിവുകൾ ഗ്ലോബലൈസ് ചെയ്യപ്പെട്ടു. എല്ലായിടത്തും എല്ലാ സാധനവും അവൈലബിൾ ആണ്. ഇപ്പോൾ നമുക്ക് കാൾ മാർക്സിൻ്റെ ഒരു തിയറി അറിയണമെങ്കിൽ അത് ഇന്ത്യയിൽ നിന്നും നമുക്ക് നോക്കാം. അതുപോലെ അമേരിക്കയിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്, ഗ്ലോബലാണ്. നമുക്ക് എവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒരു വിഷയം അറിയണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രദേശത്തുള്ള ഒരു പെർട്ടിക്കുലർ സ്ഥലത്തുള്ള വ്യക്തിയെ നേരിട്ട് പോയി കാണണമായിരുന്നു. ആ പ്രദേശത്തല്ലാതെ ഇൻഫോർമേഷൻ അവൈലബിൾ ആവില്ലായിരുന്നു.
ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇൻഫോർമേഷൻ ഏജിലേക്ക് പോവാം. ഇൻഫോർമേഷൻ ഏജ് നമുക്ക് പറയാം ഇൻ്റർനെറ്റ് അതുപോലെ മാസ് മീഡിയ ഇപ്പോൾ വന്ന കാലഘട്ടമാണ്. ഓക്കെ, ഈ കാലഘട്ടത്തിലാണെന്ത് ഈ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടി വി ചാനലുകൾ, അതുപോലെ തന്നെ നമ്മളെ സെർച്ച് എൻജിൻസ്, ഇപ്പോൾ ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിൻസൊക്കെ ഉത്ഭവിച്ചത് ഈ കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ വന്നത്. കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും അനന്തര ഫലമാണെന്ത് ഈ ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിനുകൾ, നമുക്ക് എന്തും സെർച്ച് ചെയ്യാൻ പറ്റിയ സെർച്ച് എൻജിനുകൾ. ഇൻഫോർമേഷൻ എന്ത് ചെയ്തു, കൂടുതൽ ആളുകളിലേക്ക് എന്ത് ചെയ്തു, അവൈലബിൾ ആയി. മുമ്പ് ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഇൻഫോർമേഷൻ എന്ത് ചെയ്തു, ഇൻഫോർമേഷൻ ഓവർലോഡ് ആവാൻ തുടങ്ങി. ആളുകൾക്ക് എന്തിനും വെബ്സൈറ്റുകൾ അവൈലബിൾ ആയി, ബ്രേക്കിംഗ് ന്യൂസുകൾ ഉണ്ടായി, ബ്രോഡ്കാസ്റ്റുകൾ ഉണ്ടായി. അപ്പോൾ ഇൻഫോർമേഷൻ ഇംപേഴ്സണലായി. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്ഷനിൽ 3 ഓപ്ഷനല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇൻഫോർമേഷൻ പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജിൽ ഇൻഫോർമേഷൻ എന്താണ് ഹൈലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയില്ല. അപ്പം ഇവിടെ നമ്മൾ ഇംപേഴ്സണൽ എന്ന് പറഞ്ഞത് ഇൻഫോർമേഷൻ ഏജിലാണ്, സെക്കൻഡ് ഏജിലാണ് ഇംപേഴ്സണൽ ആയത്. കാരണം ആർക്കും അതുപോലെ ഹോമോജീനിയസ് ഇതും സെക്കൻഡ് സ്റ്റേജിലാണ്. സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു പോയിന്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഇൻഫോർമേഷൻ എന്ത് ചെയ്തു, വളരെ സഡൻ ആയിട്ട് എന്ത് ചെയ്തു, വർദ്ധിക്കാൻ തുടങ്ങി. ഓരോ വ്യക്തിക്കും ഇൻഫോർമേഷൻ വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആവാൻ തുടങ്ങി. ന്യൂസ് ചാനലുകളിലൂടെ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്തു, ഇൻഫോർമേഷൻസ് ആളുകളിൽ എത്താൻ തുടങ്ങി. ബ്രോഡ്കാസ്റ്റുകൾ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻ ഇംപേഴ്സണൽ ആക്കി, ഹോമോജീനിയസ് ആക്കി. എല്ലായിടത്തും ഒരേപോലുള്ള ഇൻഫോർമേഷൻ. നമുക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ അതേ ഇൻഫോർമേഷൻ നമുക്ക് അമേരിക്കയിൽ നിന്ന് സെയിം ന്യൂസ് ചാനൽ കേട്ട് കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ വിക്കിപീഡിയ യൂസ് ചെയ്തിട്ട് മുമ്പ്, നമ്മളിപ്പൊന്നും അത് യൂസ് ചെയ്യാറില്ല. മുമ്പൊക്കെ വിക്കിപീഡിയ ഉപയോഗിച്ചിട്ട് നമ്മൾ കേരളത്തിൽ നിന്നൊരു ഡാറ്റ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഉത്തരവും അമേരിക്കയിൽ നിന്ന് നമ്മൾ ആക്സസ് ചെയ്താൽ കിട്ടുന്ന ഉത്തരവും സെയിം ആയിരുന്നു. അപ്പോൾ ഇൻഫോർമേഷൻ ഹോമോജീനിയസ് ആയി, ഇംപേഴ്സണലായി. ഇതാണ് രണ്ടാമത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻ്റർനെറ്റ് വരുന്നത് വരെയാണ് പ്രീ ഇൻഫോർമേഷൻ ഏജ് ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടം ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ 24/7 ന്യൂസ് ചാനൽ, TV ന്യൂസ്, ഇതൊക്കെ ഇന്നും അവൈലബിൾ ആണ്. പക്ഷേ കുറച്ച് മുമ്പായിരുന്നു, മുമ്പത്തെ കാലഘട്ടമാണ്. ഇപ്പോൾ ഉള്ള കാലഘട്ടത്തെക്കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ സെർച്ച് എൻജിൻസ്, ലൈക്ക് ഗൂഗിൾ. പല ആളുകളും ഇപ്പോൾ സെർച്ച് എൻജിനുകളൊന്നും ഉപയോഗിക്കാറില്ല. ഒക്കെ AI ടൂളുകളാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. സെർച്ച് എൻജിൻ, ഗൂഗിൾ പോലുള്ള സെർച്ച് എൻജിനുകൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ ഇൻഫോർമേഷൻ എല്ലാവർക്കും അവൈലബിൾ ആയി. അതാണ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ അവൈലബിൾ ടു ആൾ. എല്ലാവർക്കും ഇൻഫോർമേഷൻ ലഭ്യമായി. ഇപ്പോൾ ന്യൂസ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ് എല്ലാവർക്കും ലഭ്യമാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഫോർമേഷൻ ലഭ്യമാണ്. അങ്ങനെ
എല്ലാവർക്കും ഇൻഫോർമേഷൻ ലഭ്യമായി. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? ഇൻഫർമേഷൻ ഓവർലോഡ് ഉണ്ടായി. ഇൻഫോർമേഷൻ ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ടൂ മച്ച് ഇൻഫോർമേഷൻ എല്ലാവർക്കും കിട്ടി. എങ്ങനെയാണ് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടിയത്? ഈ മേജർ വെബ്സൈറ്റുകൾ, ഇപ്പോൾ വിക്കിപീഡിയ പോലുള്ള വെബ്സൈറ്റുകൾ, മേജർ TV ചാനലുകൾ, ബ്രേക്കിംഗ് ന്യൂസുകൾ, അതുപോലെ ബ്രോഡ്കാസ്റ്റുകൾ, അതൊക്കെ എന്ത് ചെയ്തു? ഇൻഫോർമേഷൻ എല്ലാവർക്കും എത്തിച്ചു. അപ്പോൾ നമ്മൾ ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? കേരളത്തെക്കുറിച്ചുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ TV ചാനലുകൾ വെച്ചാൽ കാണാൻ തുടങ്ങി. അതുപോലെ ആർക്കും ഇപ്പോൾ ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് ഒരാൾക്ക് മനസ്സിലാക്കണം, അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ, വിക്കിപീഡിയ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ ചരിത്രം മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇതിനെന്തൊരു കാരണമായി? ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഇത് ഇംപേഴ്സണൽ ആവാൻ കാരണമായി. ഇംപേഴ്സണൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമല്ല, ആർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻഫോർമേഷൻ ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഹോമോജീനിയസ്. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്താലും നിങ്ങൾ സെർച്ച് ചെയ്താലും കിട്ടുന്ന ഉത്തരം ഒന്നായിരിക്കും. അതാണ് ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി എന്താണ് ഒരു ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യണം, നല്ല എക്സ്പേർട്ടായ ഒരാൾ ഒരു ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യണം, രണ്ടാൾ സെർച്ച് ചെയ്താലും ഉത്തരം സെയിം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. ആരാണോ ഇൻഫോർമേഷൻ സെർച്ച് ചെയ്യുന്നത് അവർക്കൊക്കെ എന്ത് ചെയ്യും? തുല്യമായിട്ട് ഈക്വലായിട്ട് തന്നെ കിട്ടും. അതാണ് ഇവിടെ ഇംപേഴ്സണൽ. വ്യക്തികൾക്കല്ല, വ്യക്തികൾക്ക് പ്രാധാന്യമില്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് നമുക്ക് പേഴ്സണൽ ആവും. വ്യക്തികൾക്കനുസരിച്ചാണ് എന്ത് ചെയ്യുക? പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജിൽ ഇൻഫോർമേഷൻ വരിക. നമുക്ക് അതിനെക്കുറിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ 2 സ്റ്റേജ് പറഞ്ഞു, പ്രീ ഇൻഫോർമേഷൻ സ്റ്റേജ്, ഇൻഫോർമേഷൻ സ്റ്റേജ്. ഇൻഫോർമേഷൻ സ്റ്റേജിൽ എല്ലാവർക്കും ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും, ഇൻഫോർമേഷൻ ഓവർലോഡ് ഉണ്ടായിരിക്കും, ഇംപേഴ്സണൽ ആയിരിക്കും, ഹോമോജീനിയസ് ആയിരിക്കും. ഇനി നമുക്ക് 3ാമത്തെ സ്റ്റേജ് നോക്കാം. 3ാമത്തെ സ്റ്റേജ് പറയുന്നത് പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ്. പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എവിടെയാണ്, പേഴ്സണലൈസ്ഡ് ഇൻഫോർമേഷൻ ആണ് ഈ പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഹൈലി പേഴ്സണലൈസ്ഡ്. നമുക്കറിയാം, നിങ്ങൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്യാന്ന് കരുതുക. നിങ്ങൾക്ക് കിട്ടുന്ന അതേ യൂട്യൂബ് ചാനൽ വീഡിയോസ് റെക്കമെൻഡേഷൻ ആണോ എനിക്ക് കിട്ടുക? അല്ല. ഞാൻ സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച്, എൻ്റെ ഏജ് അനുസരിച്ച്, എൻ്റെ കാറ്റഗറികളൊക്കെ അനുസരിച്ച്, എൻ്റെ മുൻപുള്ള സെർച്ചിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുക? യൂട്യൂബിൽ വീഡിയോസ് എനിക്ക് ലഭ്യമാവുക. നിങ്ങൾ സെർച്ച് ചെയ്ത യൂട്യൂബ് വീഡിയോസിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. അതിനെ പേഴ്സണലൈസ്ഡ് എന്ന് പറയും, ഹൈലി പേഴ്സണലൈസ്ഡ്. ഇപ്പം നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് കാണുകയാണെങ്കിലും അല്ലെങ്കിൽ യൂട്യൂബ് കാണുകയാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ മുമ്പിൽ വരുന്ന ഹോം പേജ് എന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, ഓരോരുത്തരുടെയും ഹോം പേജ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും, അല്ലേ? അത് നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. അത് എന്തല്ല, ജനറൽ അല്ല. ഇപ്പം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഗൂഗിളിൽ എന്താണ് മ്യൂസിക് അല്ലെങ്കിൽ എന്താണ് കാൾ മാർക്സിൻ്റെ തിയറി എന്താണ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും സെയിം തന്നെ വരിക. അത് പഴയ കാലഘട്ടം അങ്ങനെയായിരുന്നു, സെർച്ച് എഞ്ചിൻ കാലഘട്ടം, അതുപോലെ വിക്കിപീഡിയയുടെ കാലഘട്ടം, അതുപോലെ തന്നെ ഗൂഗിളിലുണ്ടായിരുന്ന TV ചാനലൊക്കെ ഉണ്ടായിരുന്ന കാലം എല്ലാവർക്കും സെയിം ആയിരുന്നു. ആ ഹോമോജിനിയസ് എന്ന് ഇതിന് പറയും. എന്നാൽ പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജിൽ അങ്ങനെയല്ല. ഓരോ വ്യക്തികളും വ്യത്യസ്തമായിട്ട് കണക്കാക്കുന്നു. നമ്മൾ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മളൊക്കെ അനുസരിച്ചാണ് എന്ത് ചെയ്യാം അതിൽ വരിക.
ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ യൂട്യൂബ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അതിലൊക്കെ വീഡിയോസ് നമുക്ക് നമ്മുടെ പ്രിഫറൻസ് അനുസരിച്ചാണ് വരിക. മാത്രമല്ല സോഷ്യൽ മീഡിയ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, എക്സ്, അങ്ങനെ കുറേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഫീഡ്സുകൾ ശരിക്കും എല്ലാവർക്കും സെയിം ആണോ? അല്ല. ഓരോരുത്തരും അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് അവരുടെ മുൻപ് അവർ ലൈക്ക് ചെയ്തത്, അവരുടെ പേഴ്സണാലിറ്റി, ഓരോന്നും കമ്പ്യൂട്ടർ നമ്മുടെ സെർച്ച് ഈ സോഷ്യൽ മീഡിയ അനലൈസ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. അതുപോലെ ഷോപ്പിംഗ്. ഇപ്പോൾ നമ്മൾ ഷോപ്പിംഗ് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ കടയിൽ കയറി കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ സാധനവും അവൈലബിൾ ആയിരുന്നു. ഇന്ന് ഓൺലൈൻ ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട്. അതിൽ നമ്മൾ മുമ്പ് സെർച്ച് ചെയ്ത് വെച്ച, മുമ്പ് കാർട്ടിലിട്ട, മുമ്പ് എന്തെങ്കിലും വാങ്ങാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, റെക്കമെൻഡ് ചെയ്ത് തരും. അതും പേഴ്സണലൈസ്ഡ് ആണ്. മുമ്പ് അങ്ങനെയല്ല, നമ്മൾ കടയിൽ പോയിട്ടാണ് സാധനം വാങ്ങുക. കടയിൽ ഇപ്പോൾ എല്ലാ സാധനവും അവൈലബിൾ ആണ്, എല്ലാവർക്കും വന്ന് വാങ്ങാം. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മൾ ഒരു ഹെഡ്ഫോൺ സെർച്ച് ചെയ്തു എന്ന് കരുതുക, പിന്നെ അടുത്ത ദിവസം മുതൽ ഹെഡ്ഫോണിൻ്റെ ആഡുകൾ നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് പേഴ്സണലൈസ്ഡ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് പേഴ്സണലൈസ്ഡിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് പറഞ്ഞു. ഇവിടെ ടെക്നോളജി നമുക്ക് വേണ്ടി എന്ത് ചെയ്യും, ഇൻഫോർമേഷൻസ് ഫിൽട്ടർ ചെയ്യും. ടെക്നോളജി എന്ത് ചെയ്യും, ഇൻഫോർമേഷൻസ് നമുക്ക് വേണ്ടി ഫിൽട്ടർ ചെയ്യും. ഓക്കെ, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഗൂഗിള്, ഫേസ്ബുക്ക്, ഗൂഗിള് ഒക്കെ മുമ്പുണ്ടായിരുന്നതാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, ട്വിറ്റർ, അതൊക്കെ നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നമുക്ക് ഇൻഫോർമേഷൻസ് കാണിച്ചു തരാം. അതിന് പല പല കാറ്റഗറികളായിട്ട് നമുക്ക് ഏറ്റെടുക്കാം. അപ്പോൾ നമുക്ക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം, യൂട്യൂബ്, അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ അതിൽ വരുന്നതാണ്, നേരത്തെ പറഞ്ഞു. പിന്നെ അതുപോലെ നമുക്ക് വേണമെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇതൊക്കെ നമുക്ക് നമ്മുടെ താല്പര്യം അനുസരിച്ച്, നമ്മളെ ഇഷ്ടം അനുസരിച്ചാണ് വരുന്നത്, പേഴ്സണലൈസ്ഡ് ആണ്. പിന്നെ മറ്റൊന്നാണ് ഷോപ്പിംഗ്. അങ്ങനെ ഷോപ്പിങ്ങും അതേപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ സെർച്ച് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും യൂട്യൂബിലോ എവിടെയെങ്കിലും റിവ്യൂ നോക്കിയ പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് ഇവിടെ കാണാം. നമ്മളെ ആമസോണിൻ്റെ പേജിൽ കാണാം, ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണ്, പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ആണെന്ത്, ഹൈലി പേഴ്സണലൈസ്ഡ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പേഴ്സണലൈസ്ഡ് എന്നാണ്. പേഴ്സണലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോരുത്തർക്കും അവർക്കനുസരിച്ചുള്ള ഇൻഫോർമേഷൻസ് ലഭ്യമാവുന്ന കാലഘട്ടമാണ് പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ് എന്ന് പറഞ്ഞാൽ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇൻഫോർമേഷൻസ് എല്ലാവർക്കും സെയിം ആണ് കിട്ടുക, ഹോമോജീനിയസ് ആണ്, ഇംപേഴ്സണലാണ്. നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും എവിടെ നിന്ന് സെർച്ച് ചെയ്താലും നമുക്ക് ആവശ്യമുള്ളതല്ല, എന്താണോ കമ്പ്യൂട്ടർ തരുന്നത് അത് നമ്മൾ ഉപയോഗിക്കുക എന്നതായിരുന്നു പഴയ കാലത്ത് ഉണ്ടായിരുന്ന പ്രത്യേകത. അതായത് ഇൻഫോർമേഷൻ ഏജിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രത്യേകത. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് പേഴ്സണലൈസ്ഡ് ആണ്. നമുക്ക് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നമുക്ക് എന്താണോ വേണ്ടത് അതാണ് നമുക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇതിലിപ്പോൾ ഹോമോജീനിയസും അതുപോലെ തന്നെ ഇംപേഴ്സണലും എന്തിൽ വരുന്നതാണ്, സെക്കൻഡ് ഇൻഫോർമേഷൻ ഏജിൽ വരുന്നതാണ്. പേഴ്സണലൈസ്ഡ് ആണ് നമ്മളെ ഉത്തരം. തേർഡ് ഏജിൽ വരുന്നതാണ്. കമ്മ്യൂണിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് തിങ്കിൻ്റെ ബേസ്, ഗ്രൂപ്പ് തിങ്ക്.
ഇൻഫോർമേഷൻസ് ഒരു ഗ്രൂപ്പിൻ്റെ താല്പര്യം അനുസരിച്ച് വരുന്നതിനെയാണ് കമ്മ്യൂണിറ്റേറിയൻ എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ലല്ലോ. കമ്മ്യൂണിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഴയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു. ഇൻഫോർമേഷൻസ് ഇപ്പോൾ ഒരു ആദിവാസികളാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള നോംസ്, സോഷ്യൽ സാമൂഹ്യ മൂല്യങ്ങൾ ഒക്കെ അവർക്ക് ആവശ്യമായത് പഠിപ്പിച്ചു കൊടുക്കും. ഓരോ കമ്മ്യൂണിറ്റിയും അവർക്ക് ആവശ്യമായത് എന്ത് ചെയ്യും, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റേറിയൻ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഫസ്റ്റ് കാലഘട്ടത്തിൽ. അവിടെ ഗ്രൂപ്പിനനുസരിച്ചാണ് എല്ലാ ഇൻഫോർമേഷനും എല്ലാവർക്കും ഒന്നും പറഞ്ഞു കൊടുക്കില്ല. ഓരോരുത്തർക്കും അവർക്ക് താല്പര്യമുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും, അവരെ ഗ്രൂപ്പിന് താല്പര്യമുള്ള ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കും. അതാണ് എന്ത് ചെയ്യുക, തലമുറകളിലൂടെയൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുക. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇൻഫോർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ആൻ ഇൻഫോർമേഷൻ സൊസൈറ്റി ഈവൻ ന്യൂക്ലിയർ ഫാമിലീസ് ഹാസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെക്നോളജിക്കൽ സെപ്പറേഷൻ, ടെക്നോളജിക്കൽ മീഡിയേഷൻ, കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ പാസിവിറ്റി. ഇതൊക്കെയാണ് ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇതിൽ ഓരോ കൺസെപ്റ്റുകളുണ്ട്. ഈ കൺസെപ്റ്റുകൾ ചോദ്യത്തിൽ മനസ്സിലാക്കേണ്ട കുറേ കൺസെപ്റ്റുകളുണ്ട്. ആദ്യം നമുക്കത് മനസ്സിലാക്കാം. ഒന്ന്, എന്താണ് ഈ ഇൻഫോർമേഷൻ സൊസൈറ്റി? രണ്ടാമത് എന്താണ് ന്യൂക്ലിയർ ഫാമിലി? എന്താണ് മറ്റ് കൺസെപ്റ്റുകൾ? ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആദ്യം ഞാൻ പറഞ്ഞുതരാം. ആൻസർ വരുന്നത് മീഡിയേഷൻ എന്നാണ് കേട്ടോ. അപ്പോൾ ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്നാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്കൊരു പുതിയ കൺസെപ്റ്റ് മനസ്സിലായി, ടെക്നോളജിക്കൽ മീഡിയേഷൻ. അതെന്താണ്? അതിന് 3 ടേമുകൾ നമുക്കിവിടെ മനസ്സിലാക്കാനുണ്ട്. ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം. എന്താണ് ശരിക്കും ഇൻഫോർമേഷൻ സൊസൈറ്റി? ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിനാണ് എന്ത് പറയാം, ഇൻഫോർമേഷൻ എന്ന് പറയാം. നമ്മൾ സാധാരണഗതിയിൽ ഇൻഫോർമേഷന് അറിവുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. പ്രധാനമായും 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് എക്കണോമിക്, മറ്റൊന്ന് കൾച്ചറൽ ആക്ടിവിറ്റി. അതായത് ഇൻഫോർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾക്ക് സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് യൂസ് ചെയ്യുന്നു. പ്രധാനമായിട്ടും നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്ന കാലഘട്ടത്തിനാണ് എന്താ പറയുക, ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയാം. ഡിജിറ്റൽ ടെക്നോളജി, സ്മാർട്ട് ഫോൺ, ഇൻ്റർനെറ്റ്, ഇതൊക്കെ യൂസ് ചെയ്യുന്ന കാലഘട്ടത്തെയാണ് എന്താ പറയുക ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയാം. അതായത് നമുക്ക് പോസ്റ്റ് ഇൻഫോർമേഷൻ സൊസൈറ്റിയും ഇൻഫോർമേഷൻ സൊസൈറ്റിയിൽ വരുന്നതാണ്. തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ, ഇവിടെ ഇൻഫോർമേഷൻ സൊസൈറ്റിയാണ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും, 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. പ്രീ ഇൻഫോർമേഷൻ സൊസൈറ്റി, ഇൻഫോർമേഷൻ സൊസൈറ്റി, പോസ്റ്റ് ഇൻഫോർമേഷൻ സൊസൈറ്റി. അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ സാധാരണ നമുക്ക് ഡിജിറ്റൽ ടെക്നോളജികളുണ്ട്. അതുപോലെ സ്മാർട്ട് ഫോൺ ഉണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട്. ഈ ഇൻ്റർനെറ്റ് ലഭ്യമായതിനു ശേഷം ഉണ്ടായ സൊസൈറ്റിക്കാണ് എന്ത് പറയുക, ശരിക്കും ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയാം. ഇന്നും ലഭ്യമാണ്, ഇന്നും ഇൻ്റർനെറ്റ് അവൈലബിൾ ആണ്. ഇന്ന് പോസ്റ്റ് ഇൻഫോർമേഷൻ ഏജ് ആണെങ്കിലും, പോസ്റ്റ് ഇൻഫോർമേഷൻ സൊസൈറ്റി ആണെങ്കിലും അത് ഇൻഫോർമേഷൻ സൊസൈറ്റീൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ സൊസൈറ്റിയാണ് എന്ത് പറയാം, ഇൻഫോർമേഷൻ സൊസൈറ്റി എന്ന് പറയും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന സൊസൈറ്റിയാണ്. പിന്നെ അടുത്തത് നമുക്ക് ന്യൂക്ലിയർ ഫാമിലി എന്താ നോക്കാം.
ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ തലമുറകളിലുള്ള ആൾക്കാർ ഒരുമിച്ചൊരു കൂട്ടായിട്ട് ജീവിക്കണതിനാണ് എന്താ പറയുക ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം. ഇവർക്ക് കുറേ സവിശേഷതകളുണ്ട്. രക്തബന്ധമുള്ള ആൾക്കാരായിരിക്കും, ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന ആൾക്കാരായിരിക്കും, ഒരു സാമ്പത്തികമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് ഉണ്ടാവും. അങ്ങനെ കുറേ കാര്യങ്ങൾ, കൾച്ചർ ഉണ്ടായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. അത് നമ്മൾ മുമ്പ് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ശരിക്കും അടുത്ത ബന്ധമുള്ള ഒരു പാരൻസും ഒരു ജനറേഷൻ ഓഫ് പാരൻസും ഒരു ജനറേഷൻ ഓഫ് കുട്ടികൾ, അല്ലെങ്കിൽ രണ്ട് ജനറേഷൻ ഓഫ് പാരൻസ് ഒരു ജനറേഷൻ ഓഫ് കുട്ടികളൊക്കെ ഉള്ള ഫാമിലിയാണെന്ന് പറയാം ഈ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയാം. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ മുമ്പൊക്കെ വലിയ ഫാമിലികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത ആൾക്കാർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. മാതാവ്, പിതാവ്, മക്കൾ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ മെയിനായിട്ട് ആളുകളുമായിട്ട് നല്ല ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഡയറക്റ്റ് ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ it is a small close-knit ഫാമിലി യൂണിറ്റ്. വളരെ അടുത്തുള്ള രണ്ട് ജനറേഷൻ, 2 ജനറേഷൻ, അതും നമുക്ക് ഉൾപ്പെടുത്താം. 2 or 3 ജനറേഷൻ. ജനറേഷൻ എന്ന് പറഞ്ഞാൽ തലമുറകൾ. ജനറേഷൻസ്. അപ്പോൾ ഇതൊക്കെ ഉള്ളതാണെന്ത്. പിന്നെ ഇവരുടെ മറ്റൊരു പ്രത്യേകത നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എന്താണ് ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ. എന്ത് കാര്യം നേരിട്ട് അപ്പം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ പറ്റും. ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ അങ്ങനെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കൊക്കെ. ഏതിൽ? ഒന്നുകൂടെ പറയാമോ? കേട്ടില്ല. ജോയിൻറ്റ് ഫാമിലിയിൽ നമുക്ക് 5 അല്ലെങ്കിൽ 4 ജനറേഷൻസ് ഉണ്ടായിരിക്കും. 4 ജനറേഷനൊക്കെ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഇവിടെ ശരിക്ക് 2 അല്ലെങ്കിൽ 3 അങ്ങനെയാണ് അതിൻ്റെ ടെക്സ്റ്റിൽ അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് 2 ജനറേഷൻ ഉണ്ടായിരിക്കും. ഫാദർ ഉണ്ടായിരിക്കും, മദർ ഉണ്ടായിരിക്കും, അവരെ കുട്ടികളുണ്ടായിരിക്കും, സൺ ഉണ്ടായിരിക്കും. ചില കണ്ടീഷനിൽ ഫാദർ, അതുപോലെ മദർ, അവരുടെ സണ്ണ്, അവരുടെ ഗ്രാൻഡ് സൺ ഉണ്ടായിരിക്കാറുണ്ട്. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ 4-5 തലമുറകൾ ഉണ്ടായിരിക്കും. ഒരു ഫാമിലി, ഒരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരിക്കും, ഫാദർ, പിന്നെ അവരുടെ മദർ ഉണ്ടായിരിക്കും, പിന്നെ അവരുടെ മക്കൾ, ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, മക്കൾ, പിന്നെ അവരുടെ പേരമക്കളും ഉണ്ടായിരിക്കും. കുറേ ഫാമിലിയിൽ കുറേ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ഇവിടെ നമുക്കൊരു വ്യക്തി ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിൽ ചില സമയത്ത് വിവാഹിതരായ മക്കളും വിവാഹിതരല്ലാത്ത മക്കളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം നമ്മൾ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ മാതാവ്, പിതാവ്, വിവാഹിതരായ മക്കൾ, അവർക്ക് ചെറിയ കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ന്യൂക്ലിയർ ഫാമിലി ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ജോയിൻറ്റ് ഫാമിലി എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേക ഡെഫിനേഷൻ ഉണ്ട്. അതായത് ജോയിൻറ്റ് ഫാമിലിയിൽ അതോറിറ്റി ഏറ്റവും മുതിർന്ന കാരണവർക്കായിരിക്കും. അവർ ആണ് എന്ത് ചെയ്യുക, ആ തലമുറയിലുള്ള എല്ലാ ആൾക്കാരുടെയും
ഡിസിഷൻ എടുക്കുന്നവരായിരിക്കും. ഇവർക്ക് കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും, അത് അൺഡിവൈഡഡ് ആയിരിക്കും. ഓക്കെ, ഈ ഭൂമി ഇപ്പോൾ അങ്ങനെയുള്ളതൊന്നുമില്ല. മുമ്പൊക്കെ എന്ന് വെച്ചാൽ കോമൺ ബിസിനസ് ഉണ്ടായിരിക്കും. ഈ കോമൺ ബിസിനസ്സിലായിരിക്കും ഇവരെല്ലാവരും ജോലി ചെയ്യാം. ഈ മെമ്പേഴ്സ് വീട്ടിലെ ജോയിൻറ്റ് ഫാമിലി ബിസിനസ് ഉണ്ടായിരിക്കും. കൃഷിയാണെങ്കിൽ കൃഷിഭൂമി ഉണ്ടായിരിക്കും. ഈ കൃഷിഭൂമി എന്ത് ചെയ്യില്ല, ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല. എല്ലാവർക്കും അങ്ങനെ തലമുറയായിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കൈമാറ്റം ചെയ്യുകയാണ് ചെയ്യുക. ന്യൂക്ലിയർ ഫാമിലിയിൽ അങ്ങനെയല്ല. ന്യൂക്ലിയർ ഫാമിലി ഒരു സെപ്പറേറ്റ് ഫാമിലി ആയിരിക്കും. അവിടെ ഫാദർ മദർ അവരെ മക്കളുണ്ടായിരിക്കും. അവർ മക്കൾ വിവാഹിതരാണെങ്കിൽ അവരുടെ വിവാഹിതരായ മകനും അവരുടെ ഭാര്യയും അവർക്കുള്ള ചെറിയ കുട്ടിയുണ്ടാവും. ഓക്കെ, അതൊക്കെ ന്യൂക്ലിയർ ഫാമിലിയിലാണ് വരുന്നത്. ജോയിൻറ്റ് ഫാമിലി കുറച്ചും കൂടെ വിശാലമാണ്. ഒരുപാട് തലമുറകളിൽ ജോയിൻറ്റ് ഫാമിലിയിൽ ഉണ്ടാവും. മാത്രമല്ല ജോയിൻറ്റ് ഫാമിലി എന്ന് പറയണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താലേ ജോയിൻറ്റ് ഫാമിലി എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സാധാരണ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് 2 അല്ലെങ്കിൽ 3 തലമുറയിലുള്ള ആൾക്കാർ അതിലുണ്ടാവും എന്ന് പറയാം. ഏറ്റവും കുറഞ്ഞത് 2 തലമുറയിലുള്ള ആൾക്കാരുണ്ടാവണം. എങ്കിലും ചിലപ്പോൾ ഒരു തലമുറയാവാം. ഒരു തലമുറ ഹസ്ബൻഡ് വൈഫ് മാത്രമാണെങ്കിൽ അത് ന്യൂക്ലിയർ ഫാമിലിയാണ്. ഹസ്ബൻഡും വൈഫും മക്കളും ഉണ്ടെങ്കിൽ ന്യൂക്ലിയർ ഫാമിലിയാണ്. ഹസ്ബൻഡും വൈഫും മക്കളും അവരുടെ ഭാര്യയും ചെറിയ കുട്ടികളും ഉണ്ടെങ്കിൽ അതും എന്താണ്, ന്യൂക്ലിയർ ഫാമിലി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ജോയിൻറ്റ് ഫാമിലി ആവുമ്പോൾ സ്ഥിരമായിട്ട് നിലനിൽക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും. അവർക്ക് എന്തുണ്ടാവും, അവരുടെ എക്കണോമിക് സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് എന്താണ്, ബിസിനസ് ഉണ്ടായിരിക്കും. ഫാമിലി ബിസിനസ്സോ ഫാമിലി കൃഷികളോ ഒക്കെ ഉണ്ടായിരിക്കും. അൺഡിവൈഡഡ് ആയിരിക്കില്ല. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, ഇന്ന് സാധാരണയായിട്ട് നമുക്ക് ന്യൂക്ലിയർ ഫാമിലീസ് ആണ് കൂടുതൽ കാണാം. ജോയിൻറ്റ് ഫാമിലി കാണാറില്ല. ജോയിൻറ്റ് ഫാമിലി നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ വ്യത്യസ്ത വീടുകളിലാണ് ഉണ്ടാവുക. പക്ഷേ ജോയിൻറ്റ് ഫാമിലിക്ക് കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കോമൺ ആയിട്ടുള്ള ഒരു അടുക്കള ഉണ്ടാവും, ക്ലോസ് ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു അതോറിറ്റേറ്റീവ് ഹെഡ് ഉണ്ടായിരിക്കും. കാരണവർ എന്നൊക്കെ പറയും. നമ്മൾ ഈ മരുമക്കത്തായ സമ്പ്രദായമൊക്കെ പഠിച്ച സമയത്ത് അതിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു പൊതുവായ ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ഒരു മെയിൽ മെയിൽ ഡോമിനേറ്റഡ് ആണെങ്കിലും ഫീമെയിൽ ഡോമിനേറ്റഡ് ആണെങ്കിലും അവിടെ ഒന്നുണ്ടാവും, ഒരു ഹെഡ് ഉണ്ടായിരിക്കും. ആ ഹെഡായിരിക്കും എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാം. അതിൽ കുറേ ടേമുകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആ കണ്ടീഷൻസൊക്കെ വന്നാലേ ശരിക്കും നമുക്കൊരു ജോയിൻറ്റ് ഫാമിലി എന്ന ഗണത്തിൽ കൂട്ടാൻ പറ്റുള്ളൂ. എണ്ണം മാത്രം വെച്ചിട്ട് നമുക്ക്, ജനറേഷൻ മാത്രം വെച്ചിട്ട് നമുക്ക് ന്യൂക്ലിയർ അല്ലെങ്കിൽ ജോയിൻ എന്ന് പറയാൻ കഴിയില്ല. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് സോഷ്യോളജിയിൽ പ്രത്യേകം ഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഡെഫിനിഷൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം 2 3 എന്നാണ് നമ്മൾ സാധാരണഗതിയിൽ പറയാറ്. ഓക്കെ, നമുക്ക് ഒരു ജനറേഷൻ ആണെങ്കിലും ജോയിൻറ്റ് ഫാമിലി തന്നെയാണ് വരിക. 2 ജനറേഷൻ ആണെങ്കിലും ജോയിൻറ്റ് ഫാമിലിയാണ്. ഇനി 3 ജനറേഷൻ ആണ്. പക്ഷേ ആ 3 ജനറേഷനിൽ നമ്മൾ ജോയിൻറ്റ് ഫാമിലീൻ്റെ സവിശേഷതകളൊക്കെ ഉണ്ടെങ്കിൽ അത് ജോയിൻറ്റ് ഫാമിലി ആയിട്ട് കണക്കാക്കും. ജോയിൻറ്റ് ഫാമിലിൻ്റെ സവിശേഷതകളൊന്നും നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ആ ടേംസും ഈ ന്യൂക്ലിയർ ഫാമിലി ജോയിൻറ്റ് ഫാമിലിയൊക്കെ ശരിക്കും പേപ്പർ 1 ചോദിക്കാറുണ്ട്. നമുക്ക് ആ സമയത്ത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പലതരത്തിലുള്ള ഫാമിലി ടൈപ്പുകളുണ്ട്. ഓരോ ടൈപ്പുകളും പ്രത്യേകം തന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായിട്ട് ഇമ്മീഡിയറ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. മറ്റൊന്നാണ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. മറ്റേ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറഞ്ഞാൽ. നമുക്ക് ടെക്നോളജിക്കൽ മീഡിയേഷൻ, അതാണ് മറ്റൊരു ടേം, ടെക്നോളജിക്കൽ മീഡിയേഷൻ. ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി ടെക്നോളജി
വ്യക്തികൾ തമ്മിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നതിനാണ് എന്താ പറയുക, ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറയും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ലായിരുന്നു. നേരിട്ട് നിങ്ങൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നു, ഞാൻ ക്ലാസ് എടുക്കുന്നു, മീഡിയേറ്റർ ഇല്ലായിരുന്നു. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ എന്തുണ്ടായി, മീഡിയേറ്റർ വന്നു. ഓക്കെ, അപ്പോൾ മീഡിയേറ്റർ വരുന്ന സമയത്ത് ഇടനിലക്കാരായിട്ട് എന്ത് വരും, ഒരാൾ വരും. ഇപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ആണെങ്കിലും ഭക്ഷണം റെഡി ആണെങ്കിൽ, മുമ്പൊക്കെ ആയിരുന്നാലും ഭക്ഷണം മക്കൾ വേറെ റൂമിലാണെങ്കിൽ നമ്മൾ മക്കളോട് വിളിച്ച് പറയും ഭക്ഷണം വന്നിട്ട് റെഡി ആയിട്ടുണ്ടെന്ന് പറയും. ഇപ്പോൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഓരോരുത്തരും അവരെ ഫാമിലി മെമ്പേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇൻസ്റ്റഗ്രാം റീൽസിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെയാണ്. ഇപ്പോൾ നമ്മളെ റിലേറ്റീവ്സിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്, അവർ ടൂറ് പോയ കാര്യങ്ങളൊക്കെ അറിയുന്നത് നമ്മൾ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലും ഫേസ്ബുക്കും ഒക്കെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്താണെങ്കിലും ഇന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആളുകളും പൂർണ്ണമായും സ്മാർട്ട് ഫോൺ സ്ക്രീനുകളിലേക്ക് ശ്രദ്ധിക്കുകയാണ്. നേരിട്ട് ഇൻട്രാക്ഷനോ, ഒരു ഫാമിലി ഒന്നടങ്കം ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ആളുകൾ കൂടുതലായിട്ട് മൊബൈലാണ് പ്രിഫർ ചെയ്യുന്നത്. ഇതൊരു ടെക്നോളജിക്കൽ മീഡിയേഷനാണ്. ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ടാളുകൾ തമ്മിലുള്ള ഇടനിലക്കാരായിട്ട് നിലനിൽക്കും, ടെക്നോളജി നിലനിൽക്കുക. ഇന്റർമീഡിയറ്റ് ടൂൾ, ടെക്നോളജി ആസ് എ an intermediate tool or agent between two or more people. ടു ഓർ മോർ പീപ്പിൾ, അതായത് രണ്ടാൾക്കാർക്കിടയിൽ മീഡിയേറ്റർ ആയിട്ട് ടെക്നോളജി നിലനിൽക്കുന്നതിനാണ് എന്താ പറയുക, ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പം അത് നമ്മൾ എക്സാമ്പിളുകളുമാണെങ്കിൽ നമുക്ക് പറയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ എന്താണ്, സ്മാർട്ട് ഡൈനിങ് ടേബിൾ. ഡിന്നർ ഡൈനിങ് സ്മാർട്ട് ഡൈനിങ് ടേബിൾ പറഞ്ഞാൽ ഡൈനിങ് ടേബിളൊക്കെ സ്മാർട്ടായി മാറി. ഡൈനിങ് ടേബിൾ സ്മാർട്ടായി മാറി നമ്മുടെ സോഷ്യൽ പേഴ്സ്പെക്റ്റീവിലാണ് പറയുന്നത് കേട്ടോ. അതായത് ആൾക്കാർ ഡൈനിങ് ടേബിളിൽ ഒരുമിച്ചിരിക്കുന്നു, അവർ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷനിലാണ്. ഈ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഇൻട്രാക്ഷനിലെല്ലാം വേൾഡുമായിട്ട് അവർ ഇൻട്രാക്ഷനിലാണ്. മാത്രമല്ല ഈ ഓരോ ആളുകളും ഇൻ്റർനെറ്റുമായി കണക്റ്റഡ് ആണ്. ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഓരോ ആൾക്കാരും ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണ്. ഓരോ ആളും മറ്റൊരാൾ പോസ്റ്റ് ചെയ്തോ ഇത് ഇവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവരും മൊത്തം ഒരു ടെക്നോളജിയുടെ മീഡിയേഷനിലാണ് ഇവരൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് ഒരു ഭക്ഷണ മേശയിലുള്ള ആൾക്കാരാണെങ്കിലും. ഇനി ടെക്സ്റ്റിംഗ് അക്രോസ് റൂംസ്, അതായത് നമ്മൾ സിമ്പിൾ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യം തന്നെ. നമ്മളെ വീട്ടിൽ കുട്ടികൾ വേറെ റൂമിലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ച് ഭക്ഷണം ആയിട്ടുണ്ട് വിളിച്ചു പറയും. ഇപ്പം അങ്ങനെയല്ല, നമ്മൾ എന്ത് ചെയ്യാണ്, കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ചെയ്യുക. കാരണം നമുക്ക് മുകളിൽ കുട്ടികൾ ഇരിക്കുന്ന റൂമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ അതെന്ത് ചെയ്യാണ്, ഒരു ടെക്സ്റ്റിംഗ് അക്രോസ് റൂംസ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ കോളിംഗ് ബെല്ലാണ്.
മുകളിലെ റൂമുകളിലേക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് മുകളിൽ ഒരു സെപ്പറേറ്റ് കോളിംഗ് ബെല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴെ നമ്മൾ ബെല്ലടിക്കുന്നു, അവിടെ മുകളിലിരിക്കുന്ന ആൾക്കാർ ബെല്ല് കേട്ടാൽ, ഭക്ഷണത്തിന് സമയമായി ബെല്ല് കേട്ടാൽ അവരെന്ത് ചെയ്യും, താഴത്തേക്ക് ഇറങ്ങി വരും. അത് ടെക്നോളജിക്കൽ മീഡിയേഷനാണ്. മുമ്പൊക്കെ നമ്മൾ നേരിട്ട് മക്കളെ വിളിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മൾ മുകളിൽ റൂമിൽ ആരാണോ ഉറങ്ങുന്നത് അവിടെ നിൽക്കുന്ന ആരാണ് അവർ വിളിച്ചിരുന്നു. അപ്പോൾ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യുന്നു അവരെ വിളിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ലൈഫ്സ്, ഷെയർഡ് ഡിജിറ്റൽ ലൈഫ്സ്. ഓരോരുത്തരുടെയും ജീവിതം എവിടെയാണ്, എന്താണ്, സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ പോസ്റ്റുകളായിട്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്, ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പുകളായിട്ട് ഇതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഒരു പെൺകുട്ടി പറഞ്ഞു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു സ്ഥലത്തേക്ക് പോയി അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്റ്റാറ്റസ് ഇട്ടു, പോസ്റ്റ് ചെയ്തു. നമ്മൾ ഫീഡിങ്, നമ്മൾ പോസ്റ്റർ, ഇതൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ ലൈഫ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിജിറ്റലിലൂടെയാണ് ഷെയർ ചെയ്യുന്നത്. മറ്റൊരാൾ നമുക്കൊരു മോളുണ്ടായത് മറ്റൊരാൾ അറിയുന്നത് എങ്ങനെയൊക്കെയാകും, അത് ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലൂടെ ആയിരിക്കും. വിളിച്ചു പറയുന്ന രീതിയൊന്നും ഇന്നില്ല. അങ്ങനെ ഉണ്ടാവാം, സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അടുത്ത ആൾക്കാർ. പക്ഷെ മറ്റൊക്കെ ആളുകളൊക്കെ അറിയുന്നത് നമുക്കൊരു ജോലി കിട്ടി, നമുക്ക് ഒരു ഗവൺമെൻറ് PSC നമ്മൾ ക്ലിയർ ചെയ്തു, അപ്പോൾ നമ്മൾ സ്റ്റാറ്റസ് ചെയ്യും. അപ്പോൾ അത് ആളുകൾ എന്ത് ചെയ്യാണ്, ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലാണ്, ടെക്നോളജിയുടെ മീഡിയേഷനാണ് ഇൻഫോർമേഷൻ മറ്റൊരാൾക്ക് പാസ് ചെയ്യാൻ, ഈ കാര്യം അറിയാൻ കാരണമായത്. അപ്പോൾ ടെക്നോളജിക്കൽ മീഡിയേഷൻ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഇൻ ഇൻഫോർമേഷൻ സൊസൈറ്റി ആൻഡ് ന്യൂക്ലിയർ ഫാമിലീസ് ഹാവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ടെക്നോളജിക്കൽ മീഡിയേഷൻ. അപ്പോൾ ആധുനിക സമൂഹത്തിൽ ന്യൂക്ലിയർ ഫാമിലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറഞ്ഞ പ്രത്യേകത. ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്നതാണ്, മിഡിൽ മാൻ ആയിട്ട് ടെക്നോളജി വർക്ക് ചെയ്യും. മിഡിൽ മാൻ ആയിട്ട് ടെക്നോളജി വർക്ക് ചെയ്യും ആളുകളുടെ റിലേഷൻഷിപ്പിൽ എന്നാണ് പറയുന്നത്. ഇവിടെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റ് ഓപ്ഷനുകൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഓപ്ഷൻ നമ്മൾ മീഡിയേഷനാണ് കറക്റ്റ് പറഞ്ഞു. സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ടെക്നോളജിക്കൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ് ശരിക്കും. നമുക്ക് ടെക്നോളജി ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ആളുകളെ ഡിസ്കണക്റ്റ് ആക്കുന്നില്ല, കണക്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അത് ശരിയല്ല, ഈ ഓപ്ഷൻ തെറ്റാണ്. അതുപോലെ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഷ്രിങ്കിങ്, ലിമിറ്റിങ്, ടൈറ്റനിങ് എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും എന്താണ്, നമുക്കെന്താണ് മെയിനായിട്ട് ഒരു നെഗറ്റീവ് കൺസെപ്റ്റാണ്. എന്താണ് നമ്മൾ അതായത് ഫാമിലി റിലേഷൻഷിപ്പ്, ഫാമിലിയിലെ ബന്ധങ്ങൾ, അതുപോലെയുള്ള റിലേഷൻഷിപ്പൊക്കെ കുറയ്ക്കുന്നു, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കുറയ്ക്കുന്നു എന്നൊക്കെയാണ് ഇത് പറയുന്നത്. അത് ഒരു തരത്തിൽ ശരിയാണ്, പക്ഷെ ഇത് ശരിയാണെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, ടെക്നോളജി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ നേരിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കുറയ്ക്കുന്നുണ്ട്, സ്വാഭാവികമാണ്. പക്ഷേ എത്ര ദൂരെയാണെങ്കിലും ഫാമിലി റിലേഷൻഷിപ്പിനെ നിലനിർത്താനും സഹായിക്കുന്നുണ്ട്, ടെക്നോളജി സഹായിക്കുന്നുണ്ട്. അപ്പോൾ അത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ നമുക്ക് അടുത്ത പാസിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ലേസി അല്ലെങ്കിൽ ആക്റ്റീവ് അല്ലാത്ത അവസ്ഥയ്ക്കാണെന്ന് പറയും. നമ്മൾ സാധാരണഗതിയിൽ കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നു, ഓൺലൈൻ ഗെയിമുകൾ കളിക്കുന്നു, വീഡിയോ കോളിംഗ്, ഇതിലൂടെ ഡിജിറ്റൽ ബിഹേവിയർ ഉണ്ടാകുമ്പോൾ ആളുകൾ പാസീവ് ആവുന്നു, അതായത് ഒന്നും ചെയ്യാതിരിക്കുന്നു എന്ന് പറയാം. പക്ഷെ അതും ഒരു തരത്തിലൊരു വശം മാത്രമാണ്, തെറ്റാണ് ശരിക്കും. ടെക്നോളജി വരുന്ന സമയത്ത് ആളുകൾ അതിൻ്റെ അത് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജോലി ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. അപ്പോൾ ഇവിടെ ശരിക്കും ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന കൺസെപ്റ്റാണ്
എന്ത് പറയുന്നത് കറക്റ്റായിട്ട് പറയുന്നത്. ബാക്കിയുള്ളത് വ്യക്തമായിട്ട് ഒരു തിയറി ബേസ്ഡ് ആയിട്ടുള്ള ടേംസ് ഒന്നും അല്ല അവിടെ കൊടുത്തില്ല. സെപ്പറേഷൻ ഇതൊക്കെ അത് നോർമൽ ടേമാണ്. ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ്. മറ്റുള്ളതൊന്നും കൺസെപ്റ്റ് അല്ല. ടെക്നോളജിക്കൽ സെപ്പറേഷൻ, പാസിവിറ്റി അങ്ങനെ കൺസെപ്റ്റ് അല്ല. ഇവിടെ കൃത്യമായിട്ട് ടെക്നോളജിക്കൽ മീഡിയേഷൻ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ ടെക്നോളജിക്കൽ മീഡിയേഷൻ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഹോട്ട് മീഡിയ കോൾഡ് മീഡിയ എന്നിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അത് നമുക്ക് ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇന്ന് നെക്സ്റ്റ് ക്ലാസ് ഞാൻ എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, ഒന്നെങ്കിൽ വൈകുന്നേരം ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ രാത്രി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ ഇന്ന് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു സെഷൻ ഉണ്ടായിരിക്കും, ഞാൻ അറിയിക്കാം എപ്പോഴാണെന്നുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ സംശയമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു. ഞാൻ ക്ലാസ് അപ്ലോഡ് ചെയ്യാം. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.